ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീജ മാതാജി നമ്മൾക്ക് ഭാഗവതം ക്ലാസ്സുകൾ എടുക്കുന്ന നമ്മളോടൊപ്പം ഒരുപാട് വർഷമായിട്ട് ഉണ്ടായിരുന്ന മാതാജി കുറച്ച് തിരക്കിലായ കാരണം 2-3 മാസമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ കയറാറില്ല. അങ്ങനെയുള്ള കുറെ പുതിയ ആൾക്കാർ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട് മാതാജി. ഇനിയിപ്പോ ജോയിൻ ചെയ്യവര്. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് ഒരുപാട് അറിവുകൾ, നമുക്ക് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാട്ടോ മാതാജിയുടെ അടുത്ത്. എന്ത് സംശയം ഉണ്ടെങ്കിലും മാതാജിയുടെ വരാം. ഇരിക്കണം നല്ലതാണ്. ഹരേ കൃഷ്ണ. അപ്പൊ മാതാജി ദണ്ഡാവത് പ്രണാം. ഹരേ കൃഷ്ണ. നമ്മളിന്ന് മാതാജിയുടെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ജപിക്കുന്നില്ല. തനിയെ വീട്ടിലിരുന്ന് ജപിക്കാം ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. നമ്മളിന്ന് 2-ാം സ്കന്ധത്തിലെ 5-ാം അധ്യായമാണ് പഠിക്കുന്നത്. മംഗളാചരണത്തോടുകൂടെ നമുക്ക് ക്ലാസ് തുടങ്ങാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മീലിതം യേനേ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം തദാന്തി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാഞ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനുതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാന്യതാഞ്ച. ഹേ കൃഷ്ണ കർണ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വിഷ്ണുഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യാ കൃപാ സിന്ധൂപ ഏവ ച പതിതാനാം പാവനോഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയോദീരേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാം ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. ഹരേ കൃഷ്ണ. നമോ വിഷ്ണുപാദായ കൃഷ്ണ പ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യശതാരണി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ 2-ാം സ്കന്ധത്തിലെ 5-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ഭഗവത് സാക്ഷാത്കാരത്തിലുള്ള ആദ്യ പടിയെ കുറിച്ചിട്ടാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ കണ്ടത്. 2-ാം അധ്യായത്തില് അന്തരംഗസ്ഥനായ ഭഗവാനെ കുറിച്ച് ആണ് വിശദീകരിച്ചിരിക്കുന്നത്. ഇനി 3-ാം അധ്യായത്തിൽ വരുന്നത് എന്താണ്? ഭക്തിയുത സേവനത്തിൽ ഹൃദയത്തിൽ പരിശുദ്ധമായ ഹൃദയത്തിനുള്ള പരിവർത്തനത്തെ കുറിച്ചിട്ടാണ് 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 4-ാം അധ്യായത്തിൽ സൃഷ്ടികർമ്മം, എങ്ങനെയാണ് ബ്രഹ്മാവ് ഈ സൃഷ്ടി നടത്തിയത് എന്നതിനെ കുറിച്ചിട്ടാണ് 4-ാം അധ്യായത്തിൽ പറയുന്നത്. ഇനി 5-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. 5-ാം അധ്യായത്തിന്റെ പേര് തന്നെ എന്താണ്? സർവകാരണങ്ങളുടെയും കാരണം. അപ്പൊ ഈ ലോകത്തിൽ എന്തൊക്കെ നടക്കുന്നോ, എന്ത് തന്നെ സംഭവിക്കുന്നോ, അതിന്റെ എല്ലാം കാരണം ഒരാള് മാത്രമാണ്. സർവ പുണ്യ പുരുഷോത്തമനായ ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ ശ്രീ നാരദ മുനി ബ്രഹ്മാവിനോട് ആരായുകയാണ്, ഈ സർവ കാരണങ്ങളുടെയും കാരണം അങ്ങാണോ അതോ അങ്ങയ്ക്കും മുകളിൽ ആരെങ്കിലും ഉണ്ടോ? ഈ നടക്കുന്ന ഈ ക്രിയേഷൻ അല്ലെങ്കിൽ ഈ ബ്രഹ്മാവ് നടത്തുന്ന സൃഷ്ടി, ഈ സൃഷ്ടി ആര് പറഞ്ഞിട്ടാണ് ബ്രഹ്മാവ് ചെയ്യുന്നത്? ബ്രഹ്മാവ് തന്നെയാണോ എല്ലാവരിലും ഉന്നതനായിട്ടിരിക്കുന്നത്, അതോ അങ്ങയ്ക്കും മുകളിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രഹ്മജ്യോതി എന്താണ്? ചില
സംഭ്രാന്തരായ വ്യക്തികള് അശബ്ദം പറയുന്നത് പോലെ ബ്രഹ്മാവാണ് ഏറ്റവും വലിയ വ്യക്തി എന്ന് വിശ്വസിക്കുന്നുണ്ടോ? സൃഷ്ടിതത്വം എന്താണ്? ലൗകിക അഹംബോധം എന്താണ്? ഈ സൃഷ്ടിക്ക് ഉതകുന്ന തത്വങ്ങൾ എന്താണ്? നമ്മൾ 16-ാം അധ്യായത്തില് ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട് സത്വ രജോ തമോ ഗുണങ്ങളെ കുറിച്ച്. അതെന്താണ്? മഹാവിഷ്ണുവിന്റെ ശ്വസനം എന്താണ്? വിരാട രൂപം എന്താണ്? മാനവ സമുദായത്തിലെ ചതുർവർണ്ണങ്ങൾ എന്തിനാണ്? ഗ്രഹവ്യൂഹങ്ങളുടെ വിവരണം, ഇതിനെക്കുറിച്ചെല്ലാം സർവകാരണങ്ങളുടെയും കാരണമാകുന്ന ഭഗവാൻ കൃഷ്ണനെ കുറിച്ചിട്ടാണ് 2-ാം സ്കന്ധത്തിലെ 5-ാം അധ്യായത്തില് പറഞ്ഞിരിക്കുന്നത്. അപ്പം നാരദ മഹർഷിക്ക് കുറെ സംശയങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നാരദ മഹർഷി ഒരു മുക്താത്മാവാണ്. ഒരു മുക്താത്മാവായ ഭഗവത് ഭക്തനായ ഭഗവത്ദാസനായ നാരദ മഹർഷിക്ക് ഇത്രയും സംശയങ്ങളോ? ഭഗവത്ഗീതയിൽ നമ്മൾ കണ്ടു, 1-ാം അധ്യായം കഴിഞ്ഞപ്പോഴത്തേക്കും അർജുനൻ വിശ്രമിച്ച് തേർത്തട്ടിൽ ഇരിക്കുകയാണ്. അർജുനന്റെ മനസ്സിൽ വളരെയധികം ചോദ്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അത്രയും വലിയൊരു ഭഗവത് ഭക്തനായ അർജുനന്റെ മനസ്സിൽ എങ്ങനെയാണ് ഇത്രയും സംശയങ്ങൾ വരുന്നത്? യഥാർത്ഥത്തിൽ അർജുനന് മാത്രം ഉണ്ടായ സംശയമല്ലത്. ഒരിക്കലും നാരദ മഹർഷിയെ പോലെ ഉള്ള ഒരു മുക്താത്മാവിന് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാവുകയില്ല. എന്നിട്ടും ഭാഗവതത്തിലെ 2-ാം സ്കന്ധത്തിൽ 5-ാം അധ്യായത്തിൽ ഇത്രയും ചോദ്യങ്ങൾ നാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദിക്കാനുണ്ടായ കാരണം, ഭുവർലോകത്തിലെ ഭക്തന്മാർക്കും യാഥാസ്ഥികന്മാർക്കും നിരീശ്വരവാദികൾക്കും എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യങ്ങൾ നാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദിക്കുന്നത്. നാരദ മഹർഷിക്ക് വേണ്ടിയല്ല ഇത് ചോദിക്കുന്നത്, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നാരദ മഹർഷി ഈ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. 6 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. യദ് രൂപം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സവിശേഷതകളാണ് ഈ സൃഷ്ടികർമ്മത്തിന് വേണ്ടി ഉള്ളത്, അല്ലെങ്കിൽ ആരുടെ സവിശേഷതകളാണ്, ആരുടെ പ്രേരണയിലാണ് അങ്ങ് ഈ സൃഷ്ടികർമ്മം നടത്തുന്നത്? യസ് സോനം, ഇത് എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു? യസ് ശാസ്ത, ഇത് എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു? യത് പര, ഇത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? യത് ക, ഇത് എന്തിനെ ആണ് ഉൾക്കൊള്ളുന്നത്? അതായത് ഈ സൃഷ്ടി നടത്താനുള്ള ആ ബുദ്ധി അങ്ങയ്ക്ക് എവിടെന്ന് ലഭിക്കുന്നു? നമ്മൾക്കറിയാം, ഇന്നത്തെ എത്ര വലിയ ശാസ്ത്രജ്ഞന്മാരാണെങ്കിലും ടെസ്റ്റ് ട്യൂബ് ബേബിയെ സൃഷ്ടിച്ചു, ടെസ്റ്റ് ട്യൂബ് വെച്ചിട്ട് ആടിനെ സൃഷ്ടിച്ചു, അങ്ങനെ പലതും സൃഷ്ടിച്ചെങ്കിലും ഒരു ബീജത്തെ സൃഷ്ടിക്കാൻ ഇതുവരെ ഇന്നത്തെ ആധുനിക ലോകത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചിട്ടില്ല. പുതുതായി ഒരു ജീവൻ തുടിക്കുന്ന ബീജത്തെ സൃഷ്ടിക്കാൻ ആയിട്ടില്ല. ഒരമ്മയുടെ അണ്ടമെടുത്ത് അച്ഛന്റെ സെമൻ എടുത്ത് യോജിപ്പിച്ച് ടെസ്റ്റ് ട്യൂബ് ബേബി ഉണ്ടാക്കാൻ അവർക്കറിയാം. പക്ഷേ ആ ഒരു അണ്ടത്തിനും സെമനും യോജിക്കുമ്പോൾ എങ്ങനെ അതിന് ജീവൻ കൊടുക്കുന്നു എന്നുള്ള പ്രക്രിയ ഇന്നും ശാസ്ത്രലോകത്തിന് അത്ഭുതം തന്നെയാണ്. ഇതുവരെ ആ ജീവൻ കൊടുക്കുന്ന എന്ന ആ പ്രക്രിയ കണ്ടുപിടിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പൊ ഈ 6 ചോദ്യങ്ങൾ ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്. ഈ 6 ചോദ്യങ്ങൾ എന്തിനെ കുറിച്ചുള്ളതാണ്? സൃഷ്ടികർമ്മത്തെ കുറിച്ച്. ഈ ഭൂലോകത്തിൽ ഉണ്ടാകുന്ന സൃഷ്ടികർമ്മം, യത് രൂപം, യത് അധിഷ്ഠാനം, യത് സൃഷ്ടം, യത് സംഹിതം, യത് പരം, യച്ഛ. സോ ഇത്രയും 6 കാര്യങ്ങളാണ് നാരദ മഹർഷി തന്റെ പിതാവായ ബ്രഹ്മാവിനോട് ചോദിക്കുന്നത്. അപ്പൊ നാരദ മഹർഷി പറയുന്നത്, ആദ്യം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങയോടെ ഞാൻ നമിക്കുന്നു, അങ്ങാണ് ഈ സൃഷ്ടികർമ്മം നടത്തിയത്.
അപ്പൊ ഈ സൃഷ്ടിയുടെ ആദ്യം മുതൽ അന്തം വരെയുള്ള ഓരോ കാര്യങ്ങളും അങ്ങയ്ക്കറിയാമല്ലോ. ആദ്യത്തെ ശരിക്കും ഈ ഭൗതിക ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിൽ നിന്നാണ് സൃഷ്ടികർമ്മങ്ങൾ നടന്നത്. അപ്പൊ അങ്ങ് ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു സൃഷ്ടികർമ്മം എങ്ങനെ നടത്തി? ഏത് ഊർജം ഉപയോഗിച്ചാണ് അങ്ങ് ഇത്രയും വലിയൊരു സൃഷ്ടികർമ്മം നടത്തിയത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഭൂലോകത്തിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും അതിന് അനുസൃതമായ സാഹചര്യത്തോടു കൂടിയാണ് ഭഗവാൻ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത്രമാത്രം അനുകൂലമായ ഓരോ സാഹചര്യങ്ങൾക്കും. അതിന് ബ്രഹ്മാവിനെ നാരദ മഹർഷി ഉപമിച്ചിരിക്കുന്നത് ചിലന്തിയോടാണ്. വലിയ വല കെട്ടി ചിലന്തി തന്റെ ഇരകൾക്കായി കാത്തിരിക്കും. ആ വലയുടെ പശപ്പ് മൂലം തന്റെ ശരീരത്തിൽ നിന്ന് ഊറി വരുന്ന ദ്രവം വെച്ചിട്ടാണ് ചിലന്തി എന്തുണ്ടാക്കുന്നത്? ഈ വലയുണ്ടാക്കുന്നത്. ആ വലയിൽ ചെറിയതായിട്ട് പശയുണ്ട്. ആ പശയിൽ ഒട്ടിപ്പിടിച്ച് തനിക്കുള്ള ഇരകള് താനെ വന്ന് ആ വലയിൽ വീഴും. ആ ചിലന്തി എങ്ങും പോകേണ്ട കാര്യമില്ല ഇര പിടിക്കാനായിട്ട് മറ്റു ജീവികളെ പോലെ. വല നെയ്ത് ആ വലയിലോട്ടാണ് തന്റെ ഇരകൾ വന്ന് വീഴുന്നത്. അതുപോലെ തന്നെ അങ്ങ് എങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് ചിലന്തി വല നെയ്യുന്നത് പോലെ ഭംഗിയായിട്ട് ഈ സൃഷ്ടികർമ്മങ്ങൾ അതാത് ജീവജാലങ്ങൾക്കനുസൃതമായി നടത്തിയത്? അങ്ങയ്ക്ക് പുറകിൽ, അങ്ങയ്ക്ക് പിന്നിൽ ഇതെല്ലാം ഈ സൃഷ്ടികർമ്മം നടത്താനുള്ള മറ്റൊരു ശക്തിയുണ്ടോ? ഇതെന്റെ സംശയം മാത്രമാണെന്നാണ് നാരദ മഹർഷി ആരോട് ചോദിക്കുന്നത്? ബ്രഹ്മദേവനോട്. അപ്പൊ ഇത്രയും പുണ്യമായ ആ സൃഷ്ടികർമ്മം നടത്താനുള്ള ആ ഒരു ശക്തി അങ്ങക്ക് എവിടെ നിന്ന്, ആ തപോബലം എവിടെ നിന്ന് കിട്ടി? എനിക്കറിയാം അങ്ങ് വളരെയധികം തപം ചെയ്തിട്ടാണ് ഇത്രയേറെ ശക്തി അങ്ങക്ക് ലഭിച്ചത്. അപ്പോൾ അങ്ങേക്കാളും ശക്തിമാനായ മറ്റൊരു വ്യക്തിയുണ്ടല്ലോ എന്നാണ് നാരദ മഹർഷി ആരോട് ചോദിക്കുന്നത്? ബ്രഹ്മദേവനോട് ചോദിക്കുന്നത്. അപ്പൊ ബ്രഹ്മദേവന്റെ ജനനം നമ്മള് പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ബ്രഹ്മദേവന്റെ ജനനം? ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് വന്ന താമര ആണ് ബ്രഹ്മാവിന്റെ ജനനം. ഒന്ന് ആലോചിച്ച് നോക്കൂ. 15-ാം അധ്യായം ഭഗവത്ഗീതയിൽ നമ്മൾ പറയുന്നുണ്ട് ഊർധമൂല മതശാഖം. അതിൽ പറയുന്ന എന്താണ്? 15-ാം അധ്യായത്തിൽ പുരുഷോത്തമ യോഗത്തില് എന്താണോ ആത്മീയ ലോകത്തിൽ നടക്കുന്നത് അതിന് വിപരീതമായിട്ടാണ് ഭൗതിക ലോകത്തിൽ നടക്കുന്നത്. അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ നടക്കുന്നതിന് വിപരീതമായിട്ടാണ് ആത്മീയ ലോകത്ത് നടക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ബ്രഹ്മാവിന്റെ ജനനം. ഭൗതിക ലോകത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിലാണ് കുട്ടികൾ ജനിക്കുന്നത്. പൊക്കിൾക്കൊടി ബന്ധവും ആ ഗർഭപാത്രത്തിനുള്ളിലോട്ടാണ് പൊക്കിൾക്കൊടി ബന്ധത്തോടു കൂടി ഓരോ കുട്ടിയും ജനിക്കുന്നത്. പക്ഷേ ആത്മീയ ലോകത്തിൽ എന്താണ് സംഭവിച്ചത്? ഭഗവാന്റെ നാഭിയിൽ നിന്ന് ആ പൊക്കിൾക്കൊടിയാകുന്ന താമരത്തണ്ട് പുറത്തോട്ട് വന്നിട്ടാണ് ബ്രഹ്മാവ് ജനിച്ചത്. ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഭൗതിക ലോകത്തിന് എതിരാണ്, വിപരീതമായ കാര്യങ്ങളാണ് ആത്മീയ ലോകത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയോട് മറ്റൊരു തവള, അല്ലെങ്കിൽ പൊട്ടക്കിണറ്റിന് പുറത്തു നിന്ന് വന്ന ഒരു തവള പറയുന്നു, ഈ പൊട്ടക്കിണറ്റിന് വെളിയിൽ അപാരമായ ഒരു വലിയ ലോകമുണ്ട്, വലിയ സമുദ്രമുണ്ട്. പക്ഷെ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് ഇതുവരെ, ആ പൊട്ടക്കിണറ്റിന് പുറത്തു പോകാത്ത തവളയ്ക്ക് സമുദ്രത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ആ തവള വിചാരിക്കുന്ന എന്റെ വയറിനേക്കാളും വലിപ്പമുണ്ടോ എന്ന് വിചാരിച്ച് വയറ് വീർപ്പിച്ച് വയറ് പൊട്ടി ആ തവള മരിക്കാനിടയാകുന്നു. അതുപോലെയാണ് ഈ ഭുവർലോകത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരുടെയും ചിന്താഗതിയും.
ആ മനുഷ്യരെല്ലാവരും ചിന്തിക്കുന്നത് എന്താണ്? ഈ ഭൗതിക ലോകമാണ് ഏറ്റവും വലിയ ലോകം. അതിനേക്കാളും മറ്റൊരു സുഖസൗകര്യം നിറഞ്ഞ ലോകമില്ല എന്ന് ചിന്തിച്ച് ഇവിടെ തന്നെ ജനന മരണ ചക്രത്തിൽ ശ്വാസം മുട്ടുന്നു. ശരിക്കും പറഞ്ഞാല് ഈ ഭൗതിക ലോകത്തെക്കാളും വലിയൊരു ലോകം, പൊട്ടക്കിണറ്റിലെ തവള ചിന്തിക്കുന്നത് പോലെ ഈ ഭൗതിക ലോകത്തെക്കാളും വലിയൊരു ലോകം നമുക്ക് വേണ്ടി അവിടെ തുറന്നു കിടക്കുന്നുണ്ട്, ആത്മീയ ലോകം. അവിടേക്ക് എത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങോട്ട് എങ്ങനെ എത്തും? ഭൗതിക ലോകമെന്ന് പറയുന്നത് ഈ മുഴുവൻ ലോകത്തിന്റെയും ഏകപാദ വിഭൂതിയേ ഉള്ളൂ. അതായത് വെറും 25% മാത്രം. ബാക്കി ത്രിപാദ പാദം എന്ന് പറയുന്നത്, അതായത് 75% ആത്മീയ ലോകമാണ്. ആ ആത്മീയ ലോകത്തിലോട്ട് എത്തപ്പെടാനാണ് ഓരോ മനുഷ്യജന്മവും ആഗ്രഹിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചു കഴിയുമ്പോൾ രജോ തമോ ഗുണങ്ങളുടെ ആധിക്യത്തിൽപ്പെട്ട് ഭഗവാനെ തന്നെ മറന്ന് ഈ ഭൗതിക ലോകമാണ് ഏറ്റവും വലിയ ലോകമെന്ന് വിചാരിച്ച് ഇവിടെ തന്നെ കൂടുന്നു. അപ്പൊ ബ്രഹ്മാവിനോട് നാരദര് പറയും, അങ്ങയുടെ ഈ സൃഷ്ടികർമ്മം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ അറിവില്ലായ്മയാണോ ഞാൻ ഈ ചോദിക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങേക്കാളും ശക്തനായ മറ്റൊരു വ്യക്തി ഉണ്ടെന്ന് എന്റെ മനസ്സിൽ തോന്നുന്നു. അപ്പം ബ്രഹ്മാവ് അത് സമ്മതിച്ചുകൊണ്ട് പറയും, നീ പറഞ്ഞത് ശരിയാണ്. ബ്രഹ്മാവ് ഒരിക്കലും, വളരെ നല്ലൊരു വ്യക്തിയാണ് ബ്രഹ്മാവ്. അദ്ദേഹത്തിന് ഒരിക്കലും താൻ ചെയ്യാത്ത കാര്യം താൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതിന്റെ ആ ഒരു ക്രെഡിറ്റ് നേടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ബ്രഹ്മാവ് എന്താണ് പറഞ്ഞത്? ഇതെല്ലാം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നതാണ്, ഞാൻ അത് പുനർസൃഷ്ടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ ഭഗവാൻ പറയുന്നത് അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ സൃഷ്ടിയെല്ലാം നടത്തുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ആജ്ഞപ്രകാരം ഞാൻ ഇത് പുനർസൃഷ്ടിക്കുകയാണ്. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ, ഗോലോക വൃന്ദാവനത്തിലുള്ള ഭഗവാൻ കൃഷ്ണന്റെ പല രൂപങ്ങളുണ്ട്. പുരുഷാർത്ഥ രൂപം, ലീലാരൂപം, അങ്ങനെ പല രൂപങ്ങളെ കുറിച്ച് നമ്മൾ 1-ാം സ്കന്ധത്തിൽ തന്നെ പറഞ്ഞു. പുരുഷാവതാരം, ലീലാവതാരം, ഗുണാവതാരം, കുറെ അവതാരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ ബ്രഹ്മജ്യോതി എന്നൊരു രൂപമുണ്ട്. ആ ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് ഭഗവാന്റെ അരൂപിയായ രൂപമാണ്. 12-ാം അധ്യായത്തില്, ഭഗവത്ഗീതയില് 12-ാം അധ്യായത്തില് 1-ാം ശ്ലോകം എന്താ ചോദിക്കുന്ന? അർജുനൻ ചോദിക്കുന്നുണ്ട്, ഭഗവാന്റെ അരൂപിയായ രൂപത്തെയാണോ, രൂപമുള്ള ഭഗവാനെയാണോ പ്രാർത്ഥിക്കേണ്ടത്? ഏവം സതതയുക്തായേം ഭക്താസ്ത്വാം പര്യുപാസതേ യേ ചാപ്യക്ഷരം അവ്യക്തം തേഷാംഗേ യോഗവിത്തമഃ. ഏത് രൂപത്തെ വേണം? അതായത് അരൂപിയായ ഭഗവാനെയാണോ, രൂപമുള്ള ഭഗവാനെയാണോ പ്രാർത്ഥിക്കേണ്ടത്? പേഴ്സണൽ ഓർ ഇംപേഴ്സണൽ ഫോം ഓഫ് കൃഷ്ണ. ഏത് രൂപത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഭക്തന്മാർ ഏത് രൂപത്തെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്? രൂപത്തെയുള്ള ഭഗവാനെയാണോ, അരൂപിയായ ഭഗവാനെയാണോ? രൂപത്തെ. എന്തുകൊണ്ടാണ് രൂപമുള്ള ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയുള്ളവരെ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭഗവാനോട് ആകർഷണം തോന്നും. ഓം എന്ന പ്രണവമന്ത്രം, ബ്രഹ്മജ്യോതി, ഇതെല്ലാം തന്നെ അരൂപിയായ ഭഗവാനാണ്. ആ ബ്രഹ്മജ്യോതിയിൽ നിന്ന് ഉൾക്കൊണ്ട സൃഷ്ടികർമ്മത്തിൽ നിന്നാണ് ബ്രഹ്മാവ് മുഴുവൻ സൃഷ്ടികർമ്മവും ചെയ്യുന്നത്. ബ്രഹ്മജ്യോതിയാകുന്ന ഭഗവാന്റെ, അരൂപിയായ ഭഗവാന്റെ ആ ബ്രഹ്മജ്യോതിയിൽ നിന്നാണ് ബ്രഹ്മാവ് സൃഷ്ടികർമ്മങ്ങൾ നടത്തുന്നത്. യദ് രൂപം,
5 കാര്യങ്ങളാണ് യത് രൂപം എന്ന് പറയുന്നത്. ഭഗവാൻ വാസുദേവനിൽ നിന്ന് വന്ന കാലം, കർമ്മ, സ്വഭാവം, ദ്രവ്യം, ജീവാത്മാവ്. ഭഗവാന് തന്നെ 3 ശക്തികളുണ്ടെന്ന് അറിയാം അല്ലേ? തടസ്ഥ ശക്തി, അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി. എന്താണ് തടസ്ഥ ശക്തി എന്ന് പറയുന്നത്? ഓരോ ആത്മാവിനും ജീവാത്മാക്കളെയുമാണ് തടസ്ഥ ശക്തി എന്ന് പറയുന്നത്. ഭൗതിക ലോകത്തെ എന്ത് ശക്തി എന്ന് പറയും? അന്തരംഗ ശക്തിയല്ലേ? ആ, ബഹിരംഗ ശക്തിയാണ്. അന്തരംഗ ശക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ ആത്മീയ ലോകത്തെയാണ്. അപ്പൊ ബഹിരംഗ ശക്തി എന്ന് പറയുന്നത് വെറും 25% ഉള്ളൂ. അന്തരംഗ ശക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ ആത്മീയ ലോകമാണ്, അത് 75%. ഇതിന്റെ എല്ലാം മിഡിലാണ് തടസ്ഥ ശക്തി എന്ന ഓരോ ജീവാത്മാക്കളും. ഭൗതിക ലോകം, ഭൗതിക ലോകത്തിലുള്ള എല്ലാം. യദ്രൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ കർമ്മം, കാലം, ദ്രവ്യം, ജീവം, സ്വഭാവം. ഇനി യദധിഷ്ഠം, ഇതിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന്. ഭഗവാൻ നാരായണനാണ് എല്ലാത്തിന്റെയും ആധാരം. വേദങ്ങള്, ഗതി, ജ്ഞാനം, തപം, യോഗം, ലോകം, ദേവത, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇതിന് പുറകിലുള്ളത്. അപ്പം ആദ്യം എങ്ങനെയാണ് ഈ സൃഷ്ടികർമ്മം നടത്തിയത്? 3 രീതിയിലുള്ള ഭഗവാനെയാണ് നമ്മൾ ആദ്യം പറയുന്നത്. കാരണോദാശായ വിഷ്ണു, ഗർഭോദാശായ വിഷ്ണു, ക്ഷീരോദാശായ വിഷ്ണു, ക്ഷീരോദകദാശായ വിഷ്ണു. അപ്പൊ കാരണസമുദ്രത്തിൽ ബ്രഹ്മജ്യോതിക്ക് താഴെയായിട്ട് കാരണസമുദ്രമുണ്ട്. ആ കാരണസമുദ്രത്തിൽ ശയിക്കുന്ന ഭഗവാൻ വിഷ്ണുവിന്റെ ഓരോ രോമകൂപത്തിൽ നിന്നും ഓരോ ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകുന്നു. ആ ഭഗവാൻ തന്റെ നിശ്വാസം ഉള്ളിലോട്ടെടുക്കുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ഭഗവാന്റെ ഉള്ളിലോട്ട് പോകുന്നു. ഭഗവാൻ ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം പുറത്തോട്ട് വരുന്നു. ഭഗവാന് എത്ര രോമങ്ങളുണ്ടോ അത്രയും ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ആ ഓരോ ബ്രഹ്മാണ്ടത്തിലും ഓരോ ബ്രഹ്മാവുമുണ്ട്. ആ ഓരോ ബ്രഹ്മാവിനെയും ഓരോ ഗർഭോദകശായ വിഷ്ണുവാണ് തന്റെ നാഭിയിൽ നിന്നുള്ള താമരയില് വഹിക്കുന്നത്. അപ്പം ഈ ഭൂലോകത്തില്, ഈ ഭുവർലോകം എന്ന് പറയുന്നത് വളരെ ചെറിയ കടുകുമണിയോളമുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ്. ഈ ഭുവർലോകം എന്ന് പറയുന്നത് 14 ലോകങ്ങളുടെയും ഏറ്റവും നടുവിലായിട്ട് നിൽക്കുന്ന ഭുവർലോകം. ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നതാണ് സത്യലോകം. ആ സത്യലോകത്തിലാണ് ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുന്നത്. ഈ ബ്രഹ്മാവിന്റെ താമര തണ്ടിലാണ് ഈ 14 ലോകങ്ങളും നിലനിൽക്കുന്നത്. ഈ താമരത്തണ്ട് എവിടെ നിന്നാണ് വരുന്നത്? ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന്. ഈ 14 ലോകങ്ങളുടെയും താഴെ നരകങ്ങളുണ്ട്. എത്ര നരകങ്ങളുണ്ട്? 28 നരകങ്ങളുണ്ട്. 28 നരകങ്ങൾ ഈ 14 ലോകങ്ങളുടെയും താഴെയാണ് നരകലോകം. ആ നരകലോകത്തിനും താഴെയാണ് ഗർഭോദകശായി വിഷ്ണു ശയിക്കുന്നത്. ഇതെല്ലാം ഒരു ബ്രഹ്മാണ്ടത്തിനുള്ളിലാണ്. അങ്ങനെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അപ്പൊ ഓരോ ശ്വാസവും കാരണോദകശായി വിഷ്ണു ഉള്ളിലോട്ടെടുക്കുമ്പോൾ ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം ഭഗവാന്റെ നിശ്വാസത്തിലൂടെ ഭഗവാന്റെ ഉള്ളിലോട്ട് പോകുന്നു. വലിയൊരു തിയറിയാണിത്. ഇത്തിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. പക്ഷെ കുറെ വായിച്ചു കഴിഞ്ഞ് ഹരിനാമമൊക്കെ ചൊല്ലി കഴിയുമ്പോഴേ ഇത് മനസ്സിലാകുകയുള്ളൂ. ഇനി ബ്രഹ്മാവും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജീവാത്മാവും വിഷ്ണു തത്വവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്കറിയാം 3 ഗുണങ്ങളുണ്ട് അല്ലെ? 16-ാം അധ്യായത്തില്
ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചു ത്രിഗുണങ്ങൾ, സത്വ രജോ തമോ ഗുണങ്ങൾ. നമ്മുടെ ജീവിതത്തില് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അതെല്ലാം തന്നെ ഈ സത്വ രജോ തമോ ഗുണങ്ങളിൽ പെടുന്നതാണ്. അതിന് ഏറ്റവും ഉദാഹരണം പറയാം. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ തന്റെ ജോലികൾ തുടങ്ങുന്ന ഒരു വ്യക്തി സാത്വിക ഗുണത്തിൽ പെടുന്നതാണ്. അതായത് നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് 3 ഗുണങ്ങളിലായിട്ട് നമുക്ക് പറയാം. രാവിലത്തെ ബ്രഹ്മമുഹൂർത്തം അല്ലെങ്കിൽ രാവിലെ 10 മണിക്ക് മുമ്പുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് സാത്വിക ഗുണത്തിലാണ്. അതുകൊണ്ടാണ് അമ്പലങ്ങളൊക്കെ മിക്കവാറും 10 മണിക്ക് മുമ്പേ അങ്ങ് അടയ്ക്കുന്നത്. ഇനി 10 മണി കഴിഞ്ഞ് വൈകുന്നേരം ഒരു 6 മണി വരെ മധ്യാഹ്നം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു 4:30-5 മണി എന്ന് പറയുന്നത് രജോ ഗുണത്തിൽപ്പെടുന്ന സമയമാണ്. ഇനി വൈകുന്നേരം 6 മണി കഴിഞ്ഞ് വരുന്നത് തമോ ഗുണത്തിൽപ്പെടുന്ന സമയമാണ്. അപ്പൊ ഒരു ദിവസത്തെ തന്നെ സത്വ രജോ തമോ ഗുണങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങള് ഒരു ജോത്സ്യനെ കാണാൻ പോകുമ്പോഴത്തേക്കും 3 മണി കഴിഞ്ഞ് ഞാൻ ഇനി നോക്കില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതെന്ന് പറയുന്നത് ആ തമോ ഗുണം തുടങ്ങുന്നതിന്റെ ഏകദേശം സമയമാകുന്നത് കൊണ്ടാണ് അവരത് ചെയ്യാത്തത്. എല്ലാവരും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എപ്പോഴാണ്? ബ്രഹ്മമുഹൂർത്തത്തില് അല്ലെങ്കിൽ 9 മണിക്ക് മുമ്പ് നന്നായി ചെയ്യും. അതുകൊണ്ട് നല്ല മുഹൂർത്തങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ആ ഒരു മധ്യാഹ്നത്തിന് മുമ്പായിരിക്കും ഉള്ളത്. അപ്പൊ ആ സാത്വിക ഗുണത്തിലും രജോ ഗുണത്തിലും, രജോ ഗുണവും അത്ര ഗുണമുള്ളതല്ലെങ്കിലും തമോ ഗുണത്തെക്കാളും നല്ലതായതുകൊണ്ടാണ് രജോ ഗുണവും പിന്നെയും മുഹൂർത്തങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ദിവസത്തെ സാത്വികം, രാജസികം, താമസികം എന്ന് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരം, ഭഗവാന്റെ പ്രസാദം, ഭഗവാന് നേദിക്കാൻ പറ്റുന്ന എന്തും അല്ലെങ്കിൽ ഭഗവാന് നേദിച്ച് കഴിഞ്ഞ് കഴിക്കുന്ന ആ പ്രസാദം സാത്വിക ഗുണത്തിലുള്ളതാണ്. ഉള്ളി, വെളുത്തുള്ളി, മഷ്റൂം അല്ലെങ്കിൽ ഇതെല്ലാം കൂട്ടി കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഭഗവാന് നിവേദിക്കാത്ത ഭക്ഷണം രാജസികമാകുന്നു. ഇനി മീറ്റ്, മാംസാഹാരങ്ങള്, മത്സ്യാഹാരങ്ങള്, പിന്നെ ആൽക്കഹോള്, ടൊബാക്കോ, ഈ ലഹരി വന്നത് ഇതെല്ലാം തമോ ഗുണത്തിൽ പെടുന്നു. അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള്, നമ്മൾ ഒരാളോട് വളരെ സ്നേഹത്തോടെയും ദയയോടെയും പെരുമാറുമ്പോഴത്തേക്കും അത് സാത്വികത്തിലാകും. നമ്മൾ ക്രൂരമായിട്ട് പെരുമാറുന്നത് രാജസികത്തിലാകും. ഒരാളെ കൊല്ലുന്ന വരെയുള്ള രീതിയിൽ പെരുമാറുന്നത് താമസികത്തിലാകും. അപ്പൊ നമ്മുടെ ഓരോ കർമ്മങ്ങളും, നമ്മൾ ചെയ്യുന്ന ചിന്തിക്കുന്ന ചിന്തകൾ പോലും സാത്വികം, രാജസികം, താമസികം എന്ന് 3 ഗുണങ്ങളിലായിട്ട് വിഭജിച്ചിട്ടാണ് നമ്മുടെ കർമ്മഫലങ്ങളെ തരംതിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആ ജീവാത്മാവിന്റെ ആഗ്രഹമാണ്. സാത്വികത്തിൽ ജീവിക്കണോ, രാജസികത്തിൽ ജീവിക്കണോ, താമസികത്തിൽ ജീവിക്കണോ എന്നുള്ളത് ആ ഒരു ജീവാത്മാവാണ് നിശ്ചയിക്കുന്നത്. പക്ഷേ സാത്വികത്തിൽ ജീവിക്കുന്ന ആ ജീവാത്മാവിന് ഭഗവാനുമായിട്ട് ഏറ്റവും കൂടുതൽ എളുപ്പം താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കുന്നു. രാജസികത്തിൽ ജീവിക്കുമ്പോഴത്തേക്കും കർമ്മഫലങ്ങൾ കൂടുന്നതനുസരിച്ച് ഭഗവാന്റെ അടുത്തെത്താനുള്ള ആ വഴി കൂടുതൽ 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 നടക്കേണ്ടതായിട്ട് വരും. സാത്വികത്തിലുള്ളവർക്ക് ഇത്തിരി എളുപ്പം ഭഗവാന്റെ അടുത്ത് എത്താം. രാജസികത്തിൽ ജീവിക്കുന്നവർക്ക് ഇത്തിരിയുടെ താമസം എടുത്ത് ഇത്തിരിയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് എത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷെ താമസികത്തിൽ ജീവിക്കുന്നവർക്ക് ഇനിയും പല ജന്മങ്ങൾ എടുത്താൽ മാത്രമേ, അനേക കോടി ജന്മങ്ങൾ എടുത്ത് യഥാർത്ഥമായി ഭഗവാനെ മനസ്സിലാക്കി സാത്വിക ജീവിതത്തിലൂടെ ചരിച്ചു കഴിഞ്ഞ് മാത്രമേ ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ജന്മ മരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേയൊരു വഴിയാണ് ഭഗവാനെ മുഴുവൻ സമയവും രാമനാമവും കൃഷ്ണനാമം ചൊല്ലി ജീവിക്കുക എന്നുള്ളത്. അപ്പം കാരണ സൃഷ്ടി എങ്ങനെയാണ് ഉണ്ടായത്? ശരിക്കും സൃഷ്ടിയിൽ ആദ്യം ഉണ്ടായത് എന്താണ്? ശബ്ദമാണ്. ശബ്ദത്തിൽ നിന്ന് ആകാശമുണ്ടായി, ആകാശത്തിൽ നിന്ന് സ്പർശമുണ്ടായി, സ്പർശത്തിൽ നിന്ന് വായു ഉണ്ടായി,
വായുവിൽ നിന്ന് രൂപമുണ്ടായി, രൂപത്തിൽ നിന്നാണ് അഗ്നി ഉണ്ടായത്, അഗ്നിയിൽ നിന്ന് രുചി ഉണ്ടായി. നമ്മുടെ ആഹാരങ്ങൾക്ക് എങ്ങനെയാണ് രുചി വരുന്നത്? നമ്മൾ ഇടുന്ന രുചിക്കൂട്ടുകൾ മാത്രമല്ല, അഗ്നിയിൽ വേവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ രുചിയാണ്. അഗ്നിയിൽ നിന്നാണ് രുചി ഉണ്ടാകുന്നത്. നമ്മൾ ഇടുന്ന സ്പൈസസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഉപ്പോ അല്ലെങ്കിൽ പഞ്ചസാരയോ അത് മാത്രം വെച്ചിട്ടല്ല രുചി ഉണ്ടായത്. അഗ്നിയിൽ അത് പരിപോഷിപ്പിച്ചെടുക്കുമ്പോൾ മാത്രമാണ് ആ രുചിക്ക് യഥാർത്ഥ രുചി വരുന്നത്. അഗ്നിയിൽ നിന്ന് രുചിയുണ്ടായി, രുചിയിൽ നിന്ന് വെള്ളമുണ്ടായി, വെള്ളത്തിൽ നിന്ന് സ്മെല്ലുണ്ടായി, അതിൽ സ്മെല്ലിൽ നിന്ന് ഭൂമി ഉണ്ടായി. അതുകൊണ്ടാണ് മഴ പെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഭൂമിയുടെ മണം തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളത്തിൽ പോയി നിങ്ങൾ മുങ്ങുമ്പം നിങ്ങൾക്ക് മണം കിട്ടുമോ? ഒരിക്കലും കിട്ടുന്നില്ല. നമ്മൾ ഒരു ശുദ്ധമായ ജലത്തില് മുഖം മുക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും മണം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ അഗ്നി കത്തിക്കുന്ന വസ്തുവിന്റെ മണമാണ് വരുന്നത്, പക്ഷെ അഗ്നിയിൽ നിന്ന് മണം നമുക്ക് ലഭിക്കണില്ല. ജലത്തിൽ നിന്നാണ് മണമുണ്ടായത്, ആ മണത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടായത്. അപ്പൊ പഞ്ചഭൂതങ്ങൾ പോലും ആദ്യമായിട്ട് സ്വയം ഉണ്ടായതല്ല. ആദ്യം വന്ന ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? തപ എന്ന ശബ്ദമാണ് ആദ്യം വന്നത്. അത് ആരാണ് ആദ്യം കേട്ടത്? ബ്രഹ്മാവ്. ബ്രഹ്മാവ് ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് വന്ന് താമരത്തണ്ടിൽ ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മുഴുവൻ ഇരുട്ട്. ഞാനൊരു താമരയിലാണ് ഇരിക്കുന്നത്, പക്ഷെ ചുറ്റിനും നോക്കുമ്പോൾ മുഴുവൻ ഇരുട്ട്. ഞാൻ എവിടെയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ ആദ്യത്തെ സൃഷ്ടിയാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവ് ജനിച്ച സമയത്ത് ഈ ഭൂലോകത്തിൽ തന്നെ ആരും ഇല്ലായിരുന്നു. നമ്മൾ ജനിച്ചു കഴിഞ്ഞ് ചുറ്റിനും നോക്കുമ്പോൾ ആരുമില്ലാത്ത ഒരവസ്ഥ, മുഴുവൻ ഇരുട്ട് എന്നൊരവസ്ഥ വന്നാൽ എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ അപ്പോഴുണ്ടാകുന്ന ഒരവസ്ഥ? അതേ അവസ്ഥയാണ് ബ്രഹ്മാവിന് തോന്നിയത്. അപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഞാൻ എവിടെയാണ്, ഞാൻ ആരാണ്, ഞാൻ എന്തിനും ഇവിടെ വന്നു? അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ മനസ്സിൽ വന്നിട്ട് താമരത്തണ്ടിലൂടെ താഴെ ഇറങ്ങി താമരത്തണ്ട് അറ്റം വരെ എത്തി. അവിടെ എത്തിയപ്പോഴും ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അത് ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയാണെന്ന് പോലും മനസ്സിലാക്കാൻ ബ്രഹ്മാവിന് സാധിച്ചിട്ടില്ല. ബ്രഹ്മാവെന്ന് പറയുന്നത് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, ഏറ്റവും ബുദ്ധിമാനാണ്. ആ ബ്രഹ്മാവിന് പോലും ഞാൻ വന്നത് ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റിയില്ല. അദ്ദേഹം വീണ്ടും ആ താമരത്തണ്ടിലൂടെ മുകളിൽ കയറി ആ താമരയിൽ വന്ന് ഉപവിഷ്ടനാകും. എന്നിട്ട് ചിന്തിക്കും, എന്ത് ചെയ്യണം, എനിക്ക് അറിയില്ലല്ലോ, എന്ത് ചെയ്യും എന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേൾക്കും, തപ തപ തപ. തപ മീൻസ് എന്താണ്? തപ എന്ന് വെച്ചാല് തപസ് ചെയ്യൂ. അങ്ങനെ 100 കൊല്ലത്തോളം ബ്രഹ്മാവ് തപസ് ചെയ്തപ്പോഴാണ് ഗർഭോദകശായി വിഷ്ണുവിന്റെ മനസ്സിൽ നിന്ന് സന്ദേശങ്ങളായിട്ട് ബ്രഹ്മാവിന്റെ മനസ്സിലോട്ട് ഓരോ സന്ദേശങ്ങൾ വരാൻ തുടങ്ങിയത്. നമ്മൾ 1-ാം സ്കന്ധത്തിലെ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് ആ ശ്ലോകം, അല്ലെ? ആ ശ്ലോകത്തിൽ തേനേ ബ്രഹ്മഹൃദയെ, ഭഗവാനെ ബ്രഹ്മാവിന് കാണാൻ സാധിച്ചിട്ടില്ല, ബ്രഹ്മാവിനോട്ട് സന്ദേശങ്ങൾ അയക്കുകയാണ്. തേനേ ബ്രഹ്മഹൃദയെ എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ബ്രഹ്മാവിന് പോലും ഭഗവാനെ അറിയാൻ വർഷങ്ങളെടുത്തു. അപ്പൊ ഭൂമിയിലെ സാധാരണ ജനങ്ങളായ നമ്മൾ എത്ര പുണ്യം ചെയ്താലായിരിക്കും ഒന്ന് ഭഗവാനെ കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നത്? അപ്പൊ ഭഗവാൻ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് തന്നെ സൃഷ്ടികർമ്മം നടത്താനാണ്. ഭഗവാൻ സൃഷ്ടിച്ചു വെച്ചത് എന്താണോ അതിനെ പുനഃസൃഷ്ടീകരിക്കുക മാത്രമാണ് ബ്രഹ്മാവിന്റെ ജോലി. അപ്പൊ മഹാവിഷ്ണുവിനെ സ്വാംശ എന്ന് പറയും. അതായത് ആ മഹാവിഷ്ണുവിൽ നിന്നാണ് എല്ലാം തന്നെ വന്നത്. കാലമാണെങ്കിലും, കാലം സമയം,
കർമ്മം, സ്വഭാവം എല്ലാം സർവ കാരണങ്ങളുടെയും കാരണമാണ്. പക്ഷെ ഈ എല്ലാ കാര്യങ്ങളും എന്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്നു? സാത്വികം, രാജസം, തമസ്, ഈ 3 ഗുണങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കുന്നു. അപ്പം മഹത്തത്വം ഉണ്ട്, സൂത്രതത്വം ഉണ്ട്. മഹത്തത്വം എന്ന് പറഞ്ഞാൽ സാത്വിക ഗുണവും, സൂത്രതത്വം എന്ന് പറഞ്ഞാൽ രാജസവും. അതിൽ നിന്ന് അഹങ്കാരം വരും. ആ അഹങ്കാരത്തെയാണ് താമസികം എന്ന് പറയുന്നത്. ഈ അഹങ്കാരം തന്നെ വീണ്ടും സാത്വികം, രാജസികം, താമസികം എന്ന് വേർതിരിച്ച് ഭൗതിക ലോകത്തെ വേർതിരിക്കും. ജ്ഞാനശക്തി, ക്രിയാശക്തി, ദ്രവ്യശക്തി. ആദിദൈവം, ആദിഭൂതം, ആധ്യാത്മം. ആദിദൈവമുണ്ട്, ആധ്യാത്മികമുണ്ട്, ആദിഭൂതമുണ്ട്. ആദിദൈവം എന്ന് പറഞ്ഞാൽ ജ്ഞാനശക്തിയാകുന്നു, ആധ്യാത്മം എന്ന് പറയുന്നത് ക്രിയാശക്തിയാകുന്നു, ആദിഭൂതം എന്ന് പറയുന്നത് ദ്രവ്യശക്തിയാകുന്നു. ഇനി ഇത് കൂടാതെ ഇതിനെ വീണ്ടും വിഭജിച്ചിട്ട് ആദിദൈവം എന്ന് പറയുന്നത് മനസ്സും 10 ഇന്ദ്രിയങ്ങളും, ഇന്ദ്രിയങ്ങളുടെ ആ ഒരു ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്ന ആ അവയവങ്ങളും, പിന്നെ പ്രാണൻ, അപാനൻ, ഉദാനൻ എന്നൊക്കെ പറഞ്ഞ് പ്രാണൻ, പിന്നെ 10 ഇന്ദ്രിയങ്ങള്, ബുദ്ധി, 5 തന്മാത്രകള്, 5 മൂലകങ്ങൾ. അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്നതാണ് സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ. 23 മൂലകങ്ങൾ, കാര്യസൃഷ്ടി എന്നാണ് പറയുന്നത്. യത് സൃഷ്ടം. ഹരേ കൃഷ്ണ മാതാജി. മഹത്തത്വം തൊട്ട് മാതാജി പറയാം, ഒരു കുഴപ്പമില്ല. മഹത്തത്വം എന്ന് പറഞ്ഞാല് അത് 3ആയിട്ട് നമുക്ക് തിരിക്കാം. മഹത്തത്വത്തിന് ആദ്യം മഹാവിഷ്ണുവിനെ ചിന്തിക്കൂ. മഹാവിഷ്ണു 3ആയിട്ട് തിരിക്കും: കാലം, കർമ്മം, സ്വഭാവം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ സ്വാംശ, അതായത് സ്വരാടാണ്. ഭഗവാൻ സ്വരാടാണ്. 1-ാം ശ്ലോകത്തില്, 1-ാം സ്കന്ധത്തില്, 1-ാം അധ്യായത്തില്, 1-ാം ശ്ലോകത്തില് പറയുന്നുണ്ട് ഭഗവാൻ സ്വരാട് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇൻഡിപെൻഡന്റ് ആണ്. ഭഗവാന് വേറെ ആരുടെയും ഹെൽപ്പൊന്നും സഹായമൊന്നും ആവശ്യമില്ലാതെ ഭഗവാൻ സ്വന്തമായിട്ട് തന്നെയാണ് എല്ലാം. സ്വയം ഉണ്ടായതാണ്. എല്ലാം സ്വാംശയാണ്. അപ്പൊ ആ ഭഗവാനിൽ നിന്ന് തന്നെയാണ് കാലം, കർമ്മം, സ്വഭാവം. അതിൽ നിന്നാണ് ഗുണങ്ങൾ ഉണ്ടാകുന്നത്. 3 ഗുണങ്ങൾ ഏതൊക്കെയാണ്? സാത്വികം, രാജസികം, താമസികം. അത് തന്നെ 3ആയിട്ട് തിരിച്ചു. ജ്ഞാനശക്തി, ആ സാത്വികത്തിലും രാജസികത്തില് താമസികം, ജ്ഞാനശക്തി, ക്രിയാശക്തി, ദിവ്യശക്തി. ജ്ഞാനശക്തിയിൽ വരുന്നതാണ് ആദിദൈവം, ക്രിയാശക്തിയിൽ വരുന്നതാണ് ആധ്യാത്മം, ദ്രവ്യശക്തിയിൽ വരുന്നതാണ് ആദിഭൂതം. ഇത്രയും മനസ്സിലായോ? ജ്ഞാനശക്തി ആദിദൈവം, ക്രിയാശക്തി ആധ്യാത്മികം, ദ്രവ്യശക്തി ആദിഭൂതം. ഒന്നുകൂടി മാതാജി. ജ്ഞാനശക്തി എന്ന് പറയുന്നത് ആദിദൈവം, ക്രിയാശക്തി എന്ന് പറയുന്നത് ആധ്യാത്മികം, ദ്രവ്യശക്തി എന്ന് പറയുന്നത് ആദിഭൂതം. അപ്പൊ ആദിദൈവത്തിന്റെ അവിടെയാണ് 10 ഇന്ദ്രിയ ദേവതകളും മനസ്സും വരുന്നത്. ആധ്യാത്മത്തിലാണ് പ്രാണനുകളും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും വരുന്നത്. ആദിഭൂതത്തിലാണ് 5 തന്മാത്രകളും 5 മൂലകങ്ങളും. ഇനി 21 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളിലാണ് 3-ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. യത് സൃഷ്ടം. 23 മൂലകങ്ങളെ പറയുവാണ്. മഹത്തത്വം, അഹങ്കാരം. അഹങ്കാരത്തിൽ ഉൾപ്പെടുന്നതാണ് സാത്വികം, രാജസികം, താമസികം. പിന്നെ 5 തന്മാത്രകള്, 5 മൂലകങ്ങള്, 11 ഇന്ദ്രിയങ്ങള്.
മനസ്സിലായ? ഇനി ഈ 23 മൂലകങ്ങളെയും ആരാണ് ഈ 23 മൂലകങ്ങൾ വെച്ചിട്ടാണ് സൃഷ്ടി നടത്തുന്നത്. പക്ഷെ ഈ സൃഷ്ടി മഹത്തത്വം, അഹങ്കാരം, 5 തന്മാത്രകള്, 5 മൂലകങ്ങള്, 11 ഇന്ദ്രിയങ്ങള്. അത് ജ്ഞാനേന്ദ്രിയമുണ്ട്, പിന്നെ ആ ഇന്ദ്രിയങ്ങളുടെ ആ സെൻസ് ഓർഗൻസും ഉണ്ട്. ആണ് ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം, മനസ്സ്, 11 ഇന്ദ്രിയങ്ങള്. ഇനി ഈ 23 മൂലകങ്ങളെയും വെച്ച് സൃഷ്ടി നടത്താൻ സഹായിക്കുന്നത്, കാരണം നമ്മൾ ഭൂവർലോകത്തില് ഭൗതിക ലോകത്തിലാണ്, മായാശക്തിയാണ് സൃഷ്ടി നടത്താനായിട്ട് ബ്രഹ്മാവിനെ സഹായിക്കുന്നത്. അതായത് ഈ മൂലകങ്ങള് അതാതായിട്ട് യോജിപ്പിക്കണം. ആ യോജിപ്പിക്കാനായിട്ട് യോഗമായയാണ് സഹായിക്കുന്നത്. മായാശക്തി, ഭഗവാന്റെ മായാശക്തി. ദുർഗാദേവി മായാശക്തി, അത് തന്നെ ഒരു ക്ലാസ് എടുക്കാനുണ്ട്. മായാശക്തി യോഗമായയുണ്ട്, മഹാമായയുണ്ട്, അതിന്റെ വിശദമായ വേറെ രൂപങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഭൗതിക ലോകത്തില് ദുർഗാദേവി എന്ന് പറയാം. ശരിക്കും വേറൊരു കഥയുണ്ടല്ലോ, നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ ജയിലിൽ നിന്ന് ഗോകുലത്തിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് അവിടത്തെ പെൺകുട്ടിയെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് കിടത്തുമല്ലോ. അപ്പൊ കംസൻ ആ കുട്ടിയെ കൊല്ലാനായിട്ട് പോകുമ്പോഴത്തേക്കും ആ കുട്ടി ആകാശത്തോട്ട് എന്നിട്ട് എന്താ പറയുന്നത്? അപ്പൊ ആ കുട്ടി എന്താ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് പറയുന്നത്? ഞാൻ യോഗമായയാണെന്നാണ് പറയുന്നത്. അത് യോഗമായ എന്നാണ് പറയുന്നത്. യോഗമായ യോഗമായയാണത്. അപ്പൊ ആ മായാശക്തിയാണ് ഈ സൃഷ്ടികർമ്മം നടത്താനായിട്ട് ഈ ഏതൊക്കെ മൂലകങ്ങള് അതാത് സമയത്ത് എത്ര കൂട്ട് വേണം എന്നൊക്കെ ആ കൂടി യോജിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത് ഭഗവാന്റെ തന്നെ മായാശക്തിയാണ്. അപ്പം ഭഗവാന്റെ മായാശക്തിയെ എന്തായിട്ടാണ് പറയുന്നത്? ഭഗവാന്റെ യോഗമായ. നമ്മള് ഭൗതികമായിട്ട് പറയുവാണെങ്കിൽ ഭഗവാന്റെ അനിയത്തി എന്നാണ് പറയുന്നത്. മായാശക്തിയെ യോഗമായ എന്ന് പറയുന്ന സഹോദരി എന്ന് വിളിച്ചിട്ടാ വിളിക്കുന്നത്, ഇല്ലേ? ദേവി ഭാഗവതമൊക്കെ വായിക്കുവാണെങ്കിൽ അതിനകത്ത് യോഗമായയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ദേവീ സങ്കല്പങ്ങൾ, ദുർഗാദേവി ആണെങ്കിലും ഭദ്രയാണെങ്കിലും എല്ലാം ദേവീ സങ്കല്പങ്ങളും എങ്ങനെയാ പറയുന്നത്? ഭഗവാന്റെ സഹോദരി എന്നല്ലേ പറയുന്നത്, നാരായണി എന്നാ വിളിക്കുന്നേ, ശരിയല്ലേ? നാരായണി എന്നാ വിളിക്കുന്നത്. ഭഗവാന്റെ ഈ മായാശക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ഒരു ഭാഗമാണ്. പക്ഷെ ആ മായാശക്തിയാണ് ഈ ക്രിയേഷന് വേണ്ടി, അതായത് സൃഷ്ടികർമ്മം അസംബിൾ ചെയ്യാനായിട്ട് ബ്രഹ്മാവിനെ സഹായിക്കുന്നത്. അപ്പൊ ഈ ലക്ഷ്മി എന്ന് പറയുന്നത് ഭഗവാന്റെ ഭാര്യാ സങ്കല്പത്തിലാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഭൗതിക ലോകത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ഭാര്യാ സങ്കല്പമൊക്കെ വരുന്നത്. യഥാർത്ഥ ഭക്തന് അതിലും മുകളിലാണ് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത്. അത് ഇത്തിരി കൂടെ കഴിയുമ്പം അത് മനസ്സിലാകും. അപ്പം കാരണ സമുദ്രത്തിൽ ശയിക്കുന്ന കാരണോദകശായ വിഷ്ണുവിന്റെ ഓരോ രോമകൂപത്തിൽ നിന്നും വരുന്ന ഒരു ബ്രഹ്മാണ്ടത്തിൽ ആദ്യം വരുന്നത് ആരാണ്? ഗർഭോദകശായ വിഷ്ണു. ആ ഗർഭോദകശായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ് വരും. ആ ബ്രഹ്മാവിൽ നിന്നാണ് ഓരോ സൃഷ്ടികർമ്മവും നടത്തുന്നത്. അപ്പൊ ഇതിനെ തന്നെ നമുക്ക് പറയാം വിരാട രൂപം എന്ന് പറയാം.
ഭഗവാൻ ഒരു വിരാട രൂപം തന്നെയാണിത്. വിരാട രൂപം എന്ന് പറയുമ്പോൾ നമ്മൾ 11-ാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ കാണുന്നത് മാത്രമല്ല വിരാട രൂപം. അങ്ങനെ ആ ഭഗവാന്റെ വിശദമായിട്ടുള്ള രൂപത്തെയാണ്, ആ പേരാണ് വിരാട രൂപം എന്ന് പറയുന്നത്. യശോദ മാതാവിനെ വിരാട രൂപം കാണിച്ചിട്ടുണ്ട് ഭഗവാൻ. അർജുനെ കാണിച്ചിട്ടുണ്ട് വിരാട രൂപം, ഇല്ലേ? അപ്പൊ ഈ സൃഷ്ടികർമ്മം നടത്തുമ്പോഴും ആ ഭഗവാന്റെ വിരാട രൂപമാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണോദകശായ വിഷ്ണുവിൽ നിന്ന് ഉണ്ടായ ബ്രഹ്മാണ്ടത്തില് ഗർഭോദകശായ വിഷ്ണു, ആ ഗർഭോദകശായ വിഷ്ണുവിൽ നിന്ന് വന്ന താമരയില് ഭഗവാൻ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തുന്നു. ആ താമരത്തണ്ട്, ഓരോ താമരത്തണ്ടിലും ആരുണ്ട്? 14 ലോകങ്ങള്, അതിന് താഴെ 28 നരകങ്ങള്. ഇനി ഭഗവാന്റെ വിശദമായ വിരാട രൂപത്തെ കുറിച്ച് 36 ശ്ലോകം 36 മുതൽ 42 വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭഗവാനെ കുറിച്ച് പലപ്പോഴും സാധാരണക്കാരത്ത് പറയുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാകത്തില്ല, നിരീശ്വരവാദികൾക്ക് ഒട്ടും മനസ്സിലാകത്തില്ല. അപ്പൊ അതിന് എളുപ്പ വഴി വ്യാസഭഗവാൻ കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ചാല്, ഈ ഭൂമി തന്നെ അല്ലെങ്കിൽ ഈ ഭുവലോകം തന്നെ മുഴുവനും ഭഗവാനാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ ഭുവലോകത്തിലെ വായ അല്ലെങ്കിൽ തല ബ്രാഹ്മണന്മാരാകുന്നു, കൈകള് ക്ഷത്രിയന്മാരാകുന്നു, വൈശ്യര് ഭഗവാന്റെ തുടയാകുന്നു, ശൂദ്രന്മാര് ഭഗവാന്റെ കാലാകുന്നു. ഇനി സ്വർഗലോകം എടുക്കുകയാണെങ്കിൽ ഭഗവാന്റെ മാറിടമാകുന്നു. ഭൂവർലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ നാഭിയാകുന്നു. ഭൂലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ കാലാകുന്നു. സത്യലോകം, ബ്രഹ്മാവിന്റെ ഇരിപ്പിടമായ സത്യലോകം ഭഗവാന്റെ തലയാകുന്നു. തപലോകം ഭഗവാന്റെ, ഹരേ കൃഷ്ണ, തപലോകം ഭഗവാന്റെ നെഞ്ച്, ജനലോകം ഭഗവാന്റെ കഴുത്ത്, മഹർലോകം ഭഗവാന്റെ ചെസ്റ്റ്, സ്വർഗം ഭഗവാന്റെ ഹൃദയം, ഭൂവർലോകം ഭഗവാന്റെ നാഭി, ഭൂവർലോകം ഭഗവാന്റെ ഹൃദയവും നാഭിയും കൂടെ ചേർന്നുള്ള ഭാഗം, ഭൂർലോകം ഭഗവാന്റെ നാഭി, അതലം ഭഗവാന്റെ വേസ്റ്റ്, വിതലം ഭഗവാന്റെ തുട, കണ്ടി ഭാഗം, സുതലം ഭഗവാന്റെ നീസ് അതായത് മുട്ടുകള്, തലാതലം ഭഗവാന്റെ കാഫ്സ് മുട്ടിന് താഴെയുള്ള ഭാഗം, മഹാതലം ഭഗവാന്റെ ആ ആംഗിൾസ് അതായത് നമ്മുടെ പാദസരമൊക്കെ ഇടുന്ന ആ ഭാഗം, പിന്നെ രസാതലം ജസ്റ്റ് കാലിന്റെ മുകളില്, പാതാളം കാലിന്റെ താഴെ. അപ്പൊ ഈ മുഴുവൻ ലോകത്തെയും ചിലപ്പം സാധാരണ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ നിരീശ്വരവാദികൾക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വിരാട രൂപത്തെ ഇങ്ങനെ വിശദീകരിച്ചിരിക്കുന്നത്. ഓരോ ലോകത്തെയും ഭഗവാന്റെ ഓരോ അംഗങ്ങളായിട്ട്, ആംഗോപാംഗ വർണ്ണന എന്ന് പറയും, അങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു. ചില ശ്ലോകങ്ങളുണ്ടല്ലോ, അംഗവർണ്ണന എന്നും പറഞ്ഞ ശ്ലോകങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ ഈ 14 ലോകങ്ങളെയും ഭഗവാന്റെ അംഗങ്ങളായിട്ട് ഉപമിച്ച് വിശദീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇതിനെയും നമ്മൾ വിരാട രൂപം എന്ന് തന്നെ പറയാം. ഹരേ കൃഷ്ണ. ഇന്ന് 5-ാം അധ്യായം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഇത്തിരി സൃഷ്ടി എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ എല്ലാ ദിവസവും ഹരേ രാമ ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ മനസ്സിലാകും. കാരണം നമ്മുടെ പ്യൂരിഫൈഡ് ആയുള്ള മൈൻഡിൽ മാത്രമേ, അതായത് അത്രയും ശുദ്ധമായ മനസ്സിൽ മാത്രമേ ഭഗവാനെ കുറിച്ചുള്ള ആ ഒരു ലീലാവിലാസങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ തന്നെ കുറേ വായിച്ചു കഴിഞ്ഞ്, ആദ്യമൊക്കെ ഞാൻ ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ വായിക്കുമ്പോഴും ഒന്നും മനസ്സിലാകത്തില്ലായിരുന്നു. പിന്നെ ഈ 16 മാല ചൊല്ലിക്കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ ആ ബുക്കിനോടും ആ ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു തുടങ്ങിയത്. അപ്പൊ നമ്മൾ എത്ര രാമനാമം കൂടുതൽ ചൊല്ലുന്നോ അല്ലെങ്കിൽ കൃഷ്ണനാമം കൂടുതൽ ചൊല്ലുന്നോ അത്രയും നമുക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ സാത്വിക ഭക്ഷണം, പ്രസാദം, ഇതെല്ലാം
ഭഗവാന്റെ അടുത്ത് എത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സമയം ഉണ്ടോന്ന് എനിക്കറിയില്ല. അതെ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നല്ലപോലെ മനസ്സിലായി, നല്ലപോലെ മനസ്സിലായി. അവസാനത്തെ ലോകങ്ങളുടെ വാഞ്ചാകൽപതരുജ്ഞാ കൃപാ സിന്ധൂപ ഏവ ച പതിതാനാം പാവനോഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ.